ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കണം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഞാനിവിടെ കുറഞ്ഞ ചിലവിലുള്ളൊരു വിഷൻ ബോർഡാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളൊരു വിഷൻ ബോർഡാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചാർട്ട് പേപ്പർ, എൻ്റെ കയ്യിലുള്ള കുറച്ച് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പീസസ്, അതേപോലെ ബ്രൗൺ പേപ്പർ, അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഇതിൻ്റെ ഒരു സൈഡ് നീറ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൗൺ ഷീറ്റ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. തെർമോക്കോളിന് പകരം നമുക്ക് കാർഡ്ബോർഡ് പീസസ് എല്ലാം എടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടെല്ലാം കിട്ടുന്ന കുറച്ച് വലിയ സൈസുള്ള കാർഡ്ബോർഡിലാണെങ്കിൽ അതായാലും മതി. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ വിഷൻ ബോർഡ്. അപ്പം അതിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ കളറ്, അതിൻ്റെ തീം, ഇതൊന്നും നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് കാണുമ്പോൾ എന്താണോ ഇഷ്ടം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിഷൻ ബോർഡ് ഇരിക്കേണ്ടത് ആ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇസ്തെറ്റിക്കായിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചാർട്ട് പേപ്പേഴ്സും പിന്നെ കുറച്ച് ഡോയിലി ഷീറ്റും, അതേപോലെ ഞാൻ ടീ ടൈഡ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പീസൊക്കെയാണിത്. ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു പീസ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് 2 പീസസായിട്ട് 2 കോർണറിലായിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിതിൻ്റെ സൈഡ് കൈ വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. ഒരു ഫിനിഷിംഗ് അല്ലാത്തൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ള പേപ്പേഴ്സെല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. വിഷൻ ബോർഡ് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ വിഷൻ ബോർഡിൻ്റെ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതുപോലത്തെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാക്കാം, അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാക്കാം എന്നല്ല. പക്ഷേ ഏറ്റവും ബെറ്ററായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് മാത്രമല്ല, അറ്റ് ദ എൻഡ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ നമുക്കിതൊന്ന് പെട്ടെന്ന് ഒട്ടിച്ചിട്ട് വരാം. ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ തന്നെ എടുക്കണമെന്നില്ല, ടെക്കി ടേപ്പും ഡബിൾ ടേപ്പും ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സസ് ആണ്. ദെൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇമേജസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇമേജസ് പ്രിൻ്റ് എടുത്തു എന്ന് പറയുമ്പം അതെന്താണെന്ന് പേടിക്കേണ്ടതില്ല, കാരണം ഭയങ്കര എളുപ്പമായിട്ട് പ്രിൻ്റ് എടുക്കാൻ കഴിയും. ഞാനതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ എന്തൊക്കെ ഇമേജസാണ് പ്രിൻ്റ് എടുത്തതെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കുറേ ഡ്രീംസും ഗോൾസെല്ലാം ഉണ്ടാവും. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഡ്രീംസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദൂരം കുറയ്ക്കാനാണ് മെയിനായിട്ട് വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം ഇമേജസ് ആയിട്ട് ഉണ്ടാവേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരിക്കണം ഇമേജസ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്കിഷ്ടമുള്ള മോട്ടിവേഷണൽ കോട്ട്സ് ഉണ്ടാവും, അഫർമേഷൻ കാർഡ്സ് ഉണ്ടാവും, അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ടു ഡു ലിസ്റ്റ് ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ജസ്റ്റ് അതിൽ എഴുതി വയ്ക്കാം. ഞാൻ പറഞ്ഞതുപോലെ കരിയർ പ്ലാൻസും ആഗ്രഹങ്ങളും ഒക്കെ ഇമേജസ് ആയിട്ട് പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ, നമുക്ക് നാളെ നമുക്ക് നാളെ ഒരു സ്ഥലം പോയി കാണണം, ഒരു കൺട്രി വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി വിഷൻ ബോർഡ് കാണുമ്പോൾ ഞാൻ നാളെ അവിടെ പോയിട്ട് ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുക്കുന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങും. നമുക്ക് ഇത്രയെല്ലാം ഏൺ ചെയ്തിട്ട് വേണം നമ്മൾ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ഗോൾസെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കിട്ടും. അപ്പം ഞാനിവിടെ എല്ലാ ഇമേജസും നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോർഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുകൂടാതെ കുറച്ച് ഡെക്കോർ ഐറ്റംസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് പേപ്പർ ക്ലിപ്സ്, വാഷി ടേപ്സ്, സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസിലി ക്രാഫ്റ്റ് ഷോപ്പിലും അടുത്തുള്ള ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ചെറിയ റേറ്റും മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ
വിഷൻ ബോർഡ് റെഡിയായി. ഇതിപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല, നമുക്ക് എങ്ങനെയൊക്കെ വെച്ചാലാണ് ഭംഗി കിട്ടുന്നത് അതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻ്റ് എടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് വേണ്ട ഇമേജസ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജസ് അതിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ലണ്ടൻ്റെ നല്ലൊരു പിക്ചർ വേണം. അപ്പോൾ ലണ്ടൻ ഇസ്തറ്റിക് ഫോട്ടോസ് എന്നൊക്കെ അടിക്കുമ്പോൾ നല്ല ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. നമ്മുടെ വൈബിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാച്ച് ആവുന്ന പോലത്തെ ഒരു പിക്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ സേവ് ആക്കി വെച്ച എല്ലാ പിക്ചേഴ്സും നമുക്ക് തന്നെ ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു A3 ഷീറ്റിലെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് തരും. ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതിന് ഒരുപാട് റേറ്റ് ഒന്നുമില്ല, എങ്ങനെ പോയാലും 100 റുപ്പീസിൻ്റെ താഴെ വരുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ വേണമെങ്കിൽ ടു ഡു ലിസ്റ്റും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസൊക്കെ ആഡ് ചെയ്യാം. ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നല്ലേ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മളെ വാളിൽ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു അലങ്കാര പണികളും കൂടി ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്.